അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു പവ്വാസ് കിച്ചൻ. ഇന്ന് ഞാനൊരു കപ്പ ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനെ വാട്ടക്കപ്പ വറുത്തതോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്ക് നോക്കാം. ചിപ്സ് റെഡിയാക്കാൻ വേണ്ടി 2 കിലോ കപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം വലിയ പീസുകളാക്കി കട്ട് ചെയ്ത് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ഒരു വിസിലാകുമ്പോൾ എടുത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാറിയതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കപ്പ വറുക്കുന്നത് പച്ച കപ്പ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഞാനൊന്ന് വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ വാട്ടക്കപ്പ വറുത്തതെന്നും പറയാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞതിന് ശേഷം ഒരു 3 മണിക്കൂറോളം നല്ല വെയിലത്ത് വെച്ചൊന്ന് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയി കിട്ടും. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കപ്പയിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാൽ മതിയാകും. കാരണം ഇത് ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കപ്പ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും മുളക് പൊടിയും ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്ത് ചേർക്കാവുന്നതാണ്. ഇതിലിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പ ഫ്രൈ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ പവ്വാസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്